രാജ്യം സമീപകാലത്ത് കണ്ട ഏറ്റവും വിപ്ലവകരമായ വിജയകരമായ സമരം. അതാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന 2-3 മാസം മാത്രം പ്രായമുള്ള യുവാക്കളുടെ കൂട്ടായ്മ നേടിയ വിജയം. സംഘാടകരോ പിന്നണി പ്രവർത്തകരോ ആരെന്നറിയില്ല. അഭിജിത്ത് ദീപ്കെ അതിൻ്റെ നേതാവായല്ല, കൂട്ടത്തിൽ ഒരുവനായാണ് വിദ്യാർത്ഥികളെ ഒരുമിപ്പിച്ചത്. കൃത്യമായ സംഘടനാ ഉത്തരവാദിത്വം നൽകി തുടങ്ങിയ കൂട്ടായ്മയിൽ മൂപ്പിളമ തർക്കങ്ങൾ ഇല്ലായിരുന്നു. മന്ത്രിമാരുമായി ചർച്ചയ്ക്ക് പോകാനാകാത്തതിൽ അഭിജിത്ത് ദീപ്കെയ്ക്ക് പരിഭവവുമില്ല. കൂട്ടായ്മയുടെ സ്വരമായി മന്ത്രിമാരെ കണ്ട സൗരവ് ദാസിനും അശുതോഷ് റാങ്കയ്ക്കും സംഘടനയുടെ നേതാക്കൾ ആയെന്ന ഭാവവുമില്ല. 2011 അണ്ണാ ഹസാരെ നയിച്ച അഴിമതിക്കെതിരായ സമരത്തിൽ മൈക്കിനു വേണ്ടി മത്സരിക്കുന്ന കിരൺ ബേദിയെയും അരവിന്ദ് കെജ്രിവാളിനെയും പോലുള്ളവരെ കണ്ടില്ല. കിരൺ ബേദി BJPയുടെ ഭാഗമായതും അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി രൂപീകരിച്ചതും പിന്നീടുള്ള ചരിത്രം. അന്ന് അണ്ണാ ഹസാരെ സമരം നടത്തിയ അതേ ജന്തർ മന്ദിറിൽ 15 വർഷത്തിനിപ്പുറം യുവാക്കളുടെ കൂട്ടായ്മ അവർ ആവശ്യപ്പെട്ടതെല്ലാം നേടി അവരവരുടെ വീടുകളിലേക്ക് പോയിരിക്കുന്നു. CJP ജന്തർ മന്ദിറിൽ സമരം തുടങ്ങിയത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു. നീറ്റ് പരീക്ഷയിലെ ഉൾപ്പെടെ ക്രമക്കേടിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കസേര ഒഴിയണമെന്നായിരുന്നു ആവശ്യം. കാരണം നീറ്റ് പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് 20ഓളം ചെറുപ്പക്കാരാണ് ജീവിതം അവസാനിപ്പിച്ചത്. എന്നിട്ടും ഭരണത്തിലുള്ളവർക്ക് അതിൽ പശ്ചാത്താപമില്ല. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടെ ജീവിതവും ജീവനും നഷ്ടപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കുകയായിരുന്നു യുവാക്കൾ. സമരം കേവലം ഡൽഹിയിൽ മാത്രമായിരുന്നില്ല. രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ യുവാക്കൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. ആദ്യം ആലസ്യത്തോടെ അവഗണിച്ച ഭരണകൂടം പിന്നീട് സമരത്തെ അടിച്ചൊതുക്കാൻ ശ്രമിച്ചു. സമാധാനത്തോടെ പ്രതിഷേധിച്ചവർക്ക് നേരെ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. ആണിഘടിപ്പിച്ച കണ്ടുകൊണ്ടടിച്ചു, പെല്ലറ്റ് തോക്കുകൊണ്ട് മുറിവേൽപ്പിച്ചു, ചിലരെ ഗുരുതരാവസ്ഥയിലാക്കി. എന്നിട്ടും പിരിഞ്ഞുപോയ യുവാക്കൾ തിരികെ എത്തി. ആവശ്യങ്ങൾ നേടിയെടുത്തിട്ടേ അവർ ജന്തർ മന്ദിറിൽ നിന്ന് പോയുള്ളൂ. പ്രധാന ആവശ്യം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയായിരുന്നുവെങ്കിലും പോലീസ് നടപടിക്ക് പിന്നാലെ യുവാക്കൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നും CJP ആവശ്യപ്പെട്ടു. അത് സർക്കാർ സമ്മതിച്ചു. പക്ഷേ സമരം അവസാനിച്ച് 2 ദിവസം കഴിയുമ്പോഴേക്കും വാക്കുപാലിക്കാൻ നരേന്ദ്രമോദി സർക്കാരോ സംസ്ഥാന സർക്കാരുകളോ തയ്യാറായിട്ടില്ല. വിവിധ സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികളെയും മറ്റ് പ്രക്ഷോഭകരെയും ലക്ഷ്യമിട്ട് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങുന്നതായി കോക്രോച്ച് ജനതാ പാർട്ടി ആരോപിക്കുകയാണ്. അസം, പശ്ചിമ ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിൽ പ്രക്ഷോഭകർക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് അതീവ ഗൗരവതരമാണ് എന്നാണ് CJP ആരോപിക്കുന്നത്. BJP NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രതിഷേധക്കാർക്കെതിരെ ശിക്ഷാ നടപടികൾ ഉണ്ടാകില്ല എന്നായിരുന്നു കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പ്. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ ലംഘനമാണ് എന്ന് പാർട്ടി ആരോപിക്കുന്നു. JP നദ്ദയും ഡോക്ടർ ജിതേന്ദ്ര സിംഗും തങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ എത്രയും വേഗം പാലിക്കണമെന്നും തടവിലാക്കിയവരെ ഉടൻ വിട്ടയക്കണമെന്നും CJP കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അറസ്റ്റിലായവർക്ക് എല്ലാവിധ നിയമസഹായവും നൽകാൻ പാർട്ടിയുടെ നിയമവിഭാഗം സജ്ജമാണ് എന്നും CJP അറിയിച്ചു കഴിഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിലെ പ്രമുഖ അഭിഭാഷകരുമായി ഏകോപനം നടത്തി തടവിലാക്കപ്പെട്ട എല്ലാവരുടെയും മോചനത്തിനായി പരിശ്രമിക്കുകയാണ് CJP. പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ഓരോ വ്യക്തിയുടെയും സുരക്ഷ ഉറപ്പാക്കാൻ തങ്ങൾ കൂടെയുണ്ടാകുമെന്നും CJP പറയുന്നു. സർക്കാർ നൽകിയ ഉറപ്പുകൾ രേഖാമൂലം സമർപ്പിക്കാൻ നൽകിയിട്ടുള്ള സമയം നാളെ അവസാനിക്കാനിരിക്കെ തടവിലാക്കപ്പെട്ട എല്ലാവരെയും വിട്ടയക്കണമെന്നും FIRകൾ പിൻവലിക്കണമെന്നുമാണ് CJPയുടെ ആവശ്യം. നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിലാണ് ഒരു സർക്കാരിൻ്റെ വിശ്വാസ്യത അടങ്ങിയിരിക്കുന്നത് എന്ന് CJP കേന്ദ്രത്തെ ഓർമ്മിപ്പിക്കുന്നു. തടവിലാക്കപ്പെട്ടവരുടെ മോചനവും FIRകൾ പിൻവലിക്കലും അടിയന്തരമായി നടന്നില്ലെങ്കിൽ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അടുത്തഘട്ട നടപടികളിലേക്ക് നീങ്ങാൻ തങ്ങൾ നിർബന്ധിതരാകുമെന്ന മുന്നറിയിപ്പും പാർട്ടി നൽകുന്നുണ്ട്. CJP പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടിയെ സുപ്രീം കോടതിയും വിമർശിച്ചിട്ടുണ്ട്. സമാധാനപരമായി പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്ന് പറഞ്ഞ കോടതി പോലീസിന്റെ അമിതാധികാരത്തെ ന്യായീകരിക്കാനാകില്ല എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. ബീഹാറിൽ പ്രക്ഷോഭകർക്കെതിരെ പോലീസുകാരൻ AK-47 തോക്കുപയോഗിച്ചതും കോടതിയിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. യുദ്ധ സാഹചര്യങ്ങളിലോ സായുധ പോരാട്ടങ്ങളിലോ മാത്രം ഉപയോഗിക്കുന്ന ഇത്തരം മാരകായുധങ്ങൾ എന്തിന് യുവാക്കളുടെ പ്രക്ഷോഭത്തിനെതിരെ ഉപയോഗിച്ചുവെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അതേസമയം വിഷയം പാർലമെന്റിലും എത്തി. പാർലമെന്റ് മാർച്ചിലെ വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ മറുപടി ആവശ്യപ്പെട്ട പ്രതിപക്ഷം പാർലമെന്റ് സ്തംഭിപ്പിച്ചു. രാജിവെച്ച മുൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പാർലമെന്റിൽ ഇന്നെത്തിയിരുന്നു. പ്രധാനെ ഷാളണിയിച്ചാണ് ഭരണപക്ഷം സ്വീകരിച്ചത്. മുദ്രാവാക്യം വിളിച്ചാണ് അദ്ദേഹത്തെ പ്രതിപക്ഷം എതിർത്തത്. സഭ തുടങ്ങിയതിന് പിന്നാലെ അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ടായിരുന്നു ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം. രാജ്യസഭയും ബഹളത്തിൽ മുങ്ങി. സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കുകയാണ് എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. വിദ്യാർത്ഥികളെ മോദി പറ്റിക്കുകയായിരുന്നുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു.
ബംഗാളിലും ബീഹാറിലും കേസെടുത്തു എന്നറിഞ്ഞതായി പ്രിയങ്ക ഗാന്ധിയും ചൂണ്ടിക്കാട്ടി. സമരം എങ്ങനെയും അവസാനിപ്പിച്ച് കിട്ടുക എന്ന തന്ത്രമാണോ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത് എന്ന സംശയം ഇപ്പോൾ ഉയരുന്നുണ്ട്. ആദ്യമൊക്കെ സമരക്കാരുടെ ആവശ്യത്തെ അവഗണിച്ചുവെങ്കിലും പിന്നീട് ധർമ്മേന്ദ്ര പ്രധാനെ ബലികൊടുത്ത് പ്രശ്നം അവസാനിപ്പിക്കുകയായിരുന്നു. പ്രധാന നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞിരുന്ന സർക്കാർ പ്രധാനെ കൊണ്ട് രാജിവെപ്പിച്ചത് CJPക്ക് വേണ്ടിയാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു. പാർലമെന്റിൽ പ്രധാന് ലഭിച്ച സ്വീകരണം അതാണ് കാണിക്കുന്നത്. എന്തായാലും പറഞ്ഞ വാക്കുകളിൽ നിന്ന് പിന്നോട്ടു പോയാൽ വലിയ തിരിച്ചടിയാകും സർക്കാരിന് നേരിടേണ്ടി വരിക. കാരണം ആദ്യം ശങ്കിച്ചു നിന്ന ശേഷമാണ് യുവാക്കൾ സമരത്തിന്റെ ഭാഗമായത്. ഇനിയൊരു സമരം വന്നാൽ യുവാക്കളുടെ വലിയൊരു തള്ളിക്കയറ്റം ഒരുപക്ഷേ ഉണ്ടാകും. അത് ചർച്ചയിലെത്തിയാലും യുവാക്കളുടെ രോഷം പെട്ടെന്ന് തണുക്കുമോ എന്നതും സംശയമാണ്. രാഷ്ട്രീയത്തിനപ്പുറം യുവാക്കളുടെ ഭാവിയുടെ കാര്യമാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് സർക്കാരിന് ഓർമ്മ വേണം.